പലചരക്ക് കടയുടെ മറവിൽ ലഹരി വിൽപ്പന. ഹെറോയിനുമൊപ്പം നോട്ടെണ്ണുന്ന മെഷീനുമായി വീട്ടമ്മ പിടിയിൽ. പെരുമ്പാവൂരിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന കാരോത്തുകുടി സെലീനയാണ് പിടിയിലായത്. ഇവരുടെ സ്ഥാപനത്തിനുള്ളിൽ നിന്നും ഏകദേശം 66 ഗ്രാമോളം ഹെറോയിൻ പിടിച്ചെടുത്തു. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പെരുമ്പാവൂർ എക്സൈസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ചതെന്ന് കരുതുന്ന 9 ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന ഒരു മെഷീനും ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. 8 ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. ഇവർ കുറേയധികം നാളുകളായി ഇവിടെ വ്യാപാര സ്ഥാപനം നടത്തി വരുന്നു. പിടികൂടിയിരിക്കുന്നത്. അതുകൂടാതെ അവർ വിറ്റ വകയിൽ 9,30,000 രൂപ കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നോട്ടെണ്ണുന്ന മെഷീനുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പൈൻഡ് ഇപ്പോൾ NCB കൊച്ചി യൂണിറ്റുമായിട്ട് ചേർന്ന് എക്സൈസുമായിട്ട് ചേർന്നിട്ടുള്ള കമ്പൈൻഡ് ആയിരുന്നു രാവിലെ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തത്. അത് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അവരോടി രക്ഷപ്പെട്ടു. നമുക്ക് ഇവരെ അതിനുള്ള ഒരു വീടുകളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇവരായിരുന്നു. കുറച്ച് നാൾക്ക് നമുക്ക് ഈ ഒരു വിവരം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവർ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കമ്പൈൻഡ് ആയിട്ട് നമ്മൾ നടത്തിയതാണ്. അതിലാണ് നമുക്ക് 10 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ നമ്മൾ കണ്ടെടുത്തത്. ഹെറോയിൻ 66 ഗ്രാമാണ് നമുക്കിപ്പോൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇവരാണ് നമ്മുടെ കണ്ണന്തറ കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഇവർ വിൽപ്പനക്കാർക്ക്, ചില്ലറ വിൽപ്പനക്കാർക്ക് ഇതൊരു താവളമാക്കിയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അത് അന്യസംസ്ഥാന തൊഴിലാളികളായ പ്രായപൂർത്തിയാകാത്ത ആളുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. കുട്ടികൾ നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ 18 വയസ്സിന് തികയാത്ത പലവരെയും നമ്മൾ ആ മാർക്കറ്റിൽ നിന്നും ഓടിച്ചു വിടുന്ന അവസ്ഥയാണ്. അവരും ഹെറോയിൻ്റെ വിൽപ്പനക്കാരാണ് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെയും ഇവർ ഇതിൻ്റെ മറവിൽ ഉപയോഗിക്കുന്നുണ്ട്. പാക്ക് ചെയ്ത് കുട്ടികളുടെ കൊടുത്തുവിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സങ്കേതമായിരുന്നു ഇത്. നമുക്ക് ഇവർ അസമിൽ നിന്ന് തന്നെ അസമിൽ നിന്നാണ് കൂടുതലായിട്ടും ബൾക്കായിട്ട് കൊണ്ടുവരുന്നത്. അത് ഇങ്ങനെ ഒരു മലയാളിയുടെ വീട് കേന്ദ്രീകരിച്ചാണുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് അത് കൊണ്ടുവരുന്നതും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ സെയിലും എല്ലാം തന്നെ അവർ തന്നെയാണ്. പക്ഷേ അതിനൊരു ഒളിത്താവളം എന്നുള്ള രീതിയിലാണ് ഇത് എറണാകുളം പ്രവർത്തിച്ചിരുന്നത്. പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ ഇൻഫോമറാണെന്ന് അവർ സ്വയം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നുമല്ല. അത് അവർ മറയാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് ചെയ്തത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.